പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകൾ പ്രവാസികളാണല്ലോ. അവർ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്തിരുന്നത് കുക്ക്, ബോയ്, ഡ്രൈവർ മുതലായ തസ്തികകളിലായിരുന്നു. പക്ഷേ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കുട്ടികൾ ധാരാളം ഗൾഫ് രാജ്യങ്ങളിൽ ചേക്കേറിയിട്ടുണ്ട്. നല്ല നല്ല കമ്പനികളിൽ നല്ല പോസ്റ്റുകളിലാണ് അവർ ജോലി ചെയ്യുന്നത് എന്ന് മാത്രമല്ല, മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് അസൂയ ഉളവാക്കും വിധം സേവന വേതന വ്യവസ്ഥകളും അവർക്ക് ലഭിക്കുന്നു. യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ട് 23 വർഷമായി. എനിക്കറിയാവുന്ന ആയിരക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്നും ബിടെക് പഠിച്ചിറങ്ങുകയും അവിടെ ജോലി നേടുകയും ചെയ്തിട്ടുണ്ട്. കുസാറ്റ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് സിംഹഭാഗവും പഠിച്ചു പോയിട്ടുള്ളത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൻ്റെ പ്രത്യേകത, വ്യത്യസ്തമായ ഒരുപാട് ബ്രാഞ്ചുകൾ കളമശ്ശേരി സെൻറ്ററിലും കുട്ടനാട് സെൻറ്ററിലും ഉണ്ട് എന്നതാണ്. കുസാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റ് ഈ വർഷത്തെ ബിടെക് പ്രോഗ്രാമിലേക്കും ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിലേക്കും വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ട്. മെയ് 10, 11, 12 തീയതികളിൽ ഓൺലൈനായിട്ടാണ് പരീക്ഷ. പരീക്ഷയുടെ പേര് കുസാറ്റ് കാറ്റ് 2024. 2 പ്രോഗ്രാമാണുള്ളത്. +2 കഴിഞ്ഞ കുട്ടികൾക്ക് എഴുതാവുന്ന 2 പ്രോഗ്രാമാണ് ഇവ. ഇനി ബിടെക് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, IT ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, പോളിമർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്. മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ പ്രധാനപ്പെട്ട ചില ബ്രാഞ്ചുകൾ കുസാറ്റിലുണ്ട് എന്നതാണ് അതിൻ്റെ വ്യതിരിക്തത. നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, മറൈൻ എഞ്ചിനീയറിംഗ്, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ ധാരാളം കുട്ടികൾക്ക് ബിടെക് പ്രാപ്യമാക്കുകയും അവർക്ക് സ്വദേശത്തും വിദേശത്തും ജോലി നേടിക്കൊടുത്തിട്ടുള്ള ബ്രാഞ്ചുകളാണ് ഇവ. മറ്റ് IITകൾ പോലെയുള്ള വളരെ കുറഞ്ഞ സ്ഥാപനങ്ങളിൽ മാത്രമേ ഇത്തരം ബ്രാഞ്ചുകളുള്ളൂ എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ബിടെക് കൂടാതെ ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം. എഞ്ചിനീയറിംഗ് താല്പര്യമില്ലാത്ത നീറ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇത്തരം ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്യാം. MSc 5 year ഇൻ്റഗ്രേറ്റഡ് ഇൻ ഫോട്ടോണിക്സ്, ദെൻ 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ആണ് സ്പെഷ്യലൈസേഷൻ വന്നിട്ടുള്ളത്. ദെൻ 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ്, 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ കെമിസ്ട്രി, 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ മാത്തമാറ്റിക്സ്, 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് 5 year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ്. അപ്പോൾ നീറ്റ് എഴുതുന്ന കുട്ടികൾക്കും പ്യുവർ സയൻസ് താല്പര്യമുള്ള കുട്ടികൾക്കൊക്കെ എഴുതാവുന്ന ഒരു പരീക്ഷയാണ് കുസാറ്റ്. ഫെബ്രുവരി 26 അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി. എലിജിബിലിറ്റി എന്ന് പറയുന്നത് +2 50% മാർക്ക് വേണം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൽ. ഈ വർഷം പരീക്ഷ എഴുതുന്നവർക്കോ അപേക്ഷിക്കാം. മെയ് 10, 11, 12 തീയതികളിൽ ഓൺലൈനായിട്ടാണ് പരീക്ഷ. കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും പരീക്ഷാ സെൻറ്റർ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവനവൻ്റെ ഡിസ്ട്രിക്റ്റിൽ തന്നെ പരീക്ഷ എഴുതാം. ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം, ഹൗ ടു അപ്ലൈ. admissions.kusat.ac.in എന്ന് പറയുന്ന കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിക്കുക. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ചതിന് ശേഷം എക്സാമിനേഷൻ ഫീസ് 1200 രൂപയാണ്. ഇതിന് രണ്ടിനും കൂടി അപ്ലൈ ചെയ്യാൻ, അതായത് ബിടെക് പ്രോഗ്രാമിനും ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിനും രണ്ടിനും അപ്ലൈ ചെയ്യാൻ 1200 രൂപയാണ് നിങ്ങൾ ഓൺലൈൻ മോഡിലൂടെ പേ ചെയ്യേണ്ടത്. ഇനി SC ST വിഭാഗത്തിൽപ്പെട്ട അഥവാ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് എങ്കിൽ
600 രൂപ അടച്ചാൽ മതി. ഫീസ് അടച്ച് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയുടെ സ്പെസിഫിക്കേഷൻ 150 പിക്സൽ വിഡ്ത്തും 150 പിക്സൽ ഹൈറ്റും 500 കിലോബൈറ്റ്സ് അതിനുള്ളിൽ സൈസുള്ള ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ 130 പിക്സൽ വിഡ്ത്തും 57 പിക്സൽ ഹൈറ്റും 100 കിലോബൈറ്റ്സ് അതിൻ്റെ ഉള്ളിൽ സൈസുള്ള സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് ഓൺലൈനായിട്ട് ഫീസ് അടച്ച് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൺഫർമേഷൻ പേജ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക. അതോടുകൂടി ആപ്ലിക്കേഷൻ പ്രൊസീജിയർ പൂർത്തിയായി. കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് കേരളത്തിലെ എൻജിനീയറിംഗ് ആസ്പിറൻസിന് ഏറ്റവും നല്ല ഒരു സ്ഥാപനമാണ്. കാരണം അവിടെ +2ൻ്റെ മാർക്കിന് ഇമ്പോർട്ടൻസ് ഇല്ല. ജെഇ മെയിൻ അഡ്വാൻസ്ഡ് പോലെ വളരെ ടഫ് എക്സാമും അല്ല. അതുകൊണ്ട് ശരാശരി എൻജിനീയറിംഗ് ആസ്പിറൻസിന് വളരെ വേഗത്തിൽ ക്രാക്ക് ചെയ്യാവുന്ന ഒരു പരീക്ഷയാണ് കുസാറ്റ് കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. കീമിനെ സംബന്ധിച്ചിടത്തോളം +2ൻ്റെ മാർക്കിന് പ്രാധാന്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം വരെ. പക്ഷേ ഈ വർഷം അതിൻ്റെ രീതികളൊക്കെ മാറുകയാണ്. ജെഇ മെയിൻ മോഡലിലേക്ക് മാറുകയാണ്. അത് മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ അറിയാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഏതുകൊണ്ട് നോക്കിയാലും കീമ്, ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്ഡ് പരീക്ഷകളെക്കാളൊക്കെ എളുപ്പമായിരിക്കും, സൗകര്യമായിരിക്കും. എൻജിനീയറിംഗ് ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ്. എല്ലാവരും അവസാന ഡേറ്റിനുള്ളിലായിട്ട് അപ്ലൈ ചെയ്യുക. പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.